എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസിനെ പറ്റിയാണ്. വിവിധ തരം ബിസിനസ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ആക്ടിവിറ്റീസിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്, വ്യവസായമെന്നും വാണിജ്യമെന്നും എങ്ങനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇൻഡസ്ട്രി, എന്താണ് കൊമേഴ്സ് എന്ന് നോക്കാം. ഇൻഡസ്ട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രോസസ്സിങ് ഓഫ് ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽസ് അല്ലേ? ഒരു ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽസിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ ഇൻഡസ്ട്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ കൊമേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? കൊമേഴ്സ് ഇൻക്ലൂഡ്സ് ഓൾ ദോസ് ആക്ടിവിറ്റീസ് which are necessary for facilitating the exchange of goods and services. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എക്സ്ചേഞ്ചിനെയാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ബിസിനസ് ഫേംസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ എൻ്റർപ്രൈസസ് എന്ന് നമുക്ക് തിരിക്കാം. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിശോധിക്കാം. സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ സഹായത്തോടെ റിസോഴ്സസും മെഷീനറീസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് പുതിയൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു രൂപമാറ്റം വരുത്തി ഉപയോഗപ്രദമായ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയോ അത് നിർമ്മിക്കുകയോ ചെയ്യുന്നതിനെയാണ് വ്യവസായം എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ആണ് ഇൻഡസ്ട്രിയിൽ വരുന്നതെന്ന് നമ്മൾ മുൻപ് പറഞ്ഞു. അതുപോലെ സമാനമായ പരസ്പര ബന്ധിതമായ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുടെ ഗ്രൂപ്പുകളെ അർത്ഥമാക്കുന്നത് ഇൻഡസ്ട്രി എന്ന വേർഡ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ കോട്ടൺ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? പരുത്തിയിൽ നിന്ന് തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ യൂണിറ്റുകളെയും ചേർത്ത് പറയുന്ന ഒരു പേരാണല്ലേ കോട്ടൺ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി. അതുപോലെ ഇനി ഇലക്ട്രോണിക് ആണെങ്കിലോ, ഇലക്ട്രോണിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രോഡക്റ്റും കൂടെ ചേർന്ന ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മളങ്ങനെ ഇൻഡസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ബാങ്കിങ്, ഇൻഷുറൻസ് തുടങ്ങിയ സർവീസസ് എല്ലാം ഈ ഇൻഡസ്ട്രീൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇൻഡസ്ട്രിയെ പ്രധാനമായിട്ടും മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. പ്രൈമറി ഇൻഡസ്ട്രീസ്, സെക്കൻഡറി ഇൻഡസ്ട്രീസ് ആൻഡ് ടേഴ്സറി ഇൻഡസ്ട്രീസ്. ഇങ്ങനെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? പ്രൈമറി ഇൻഡസ്ട്രീസ്. പ്രൈമറി ഇൻഡസ്ട്രീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നാച്ചുറൽ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അവയുടെ ഒരു ശേഖരണവും റീപ്രൊഡക്ഷനും അവയുടെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് പ്രൈമറി ഇൻഡസ്ട്രിയിൽ വരുന്നത്. ഇനി നമുക്ക് പ്രൈമറി ഇൻഡസ്ട്രീനെ വീണ്ടും നമുക്ക് തരംതിരിക്കാം. ആദ്യത്തെ പോയിന്റാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ്. മണ്ണ്, ജലം, വായു തുടങ്ങിയ നാച്ചുറൽ റിസോഴ്സസിൽ നിന്ന് മനുഷ്യരാശിക്ക് ആവശ്യമായ സാധനങ്ങൾ കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവയെ പ്രൊഡ്യൂസ് ചെയ്യുകയോ ശേഖരിക്കുകയോ ചെയ്യുന്ന ഇൻഡസ്ട്രീസിനെയാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫാമിംഗ്, മൈനിങ്, ഹണ്ടിങ് ആൻഡ് ഫിഷിംഗ് തുടങ്ങിയവയൊക്കെ. അതായത് മത്സ്യബന്ധനം, ധാതുക്കളൊക്കെ ഖനനം ചെയ്യുക, അതുപോലെ വനവിഭവങ്ങൾ ശേഖരിക്കുക തുടങ്ങിയവയെല്ലാം എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. ജെനറ്റിക് ഇൻഡസ്ട്രീസ്. എന്താണ് ജെനറ്റിക് ഇൻഡസ്ട്രീസ്? അതിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. അതായത് സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ബ്രീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവയുടെ അല്ലെങ്കിൽ പരിപാലനവുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളാണ് ജെനറ്റിക് ഇൻഡസ്ട്രീസ്. എന്താണ് പറഞ്ഞത്? ജെനറ്റിക് ഇൻഡസ്ട്രീസിൽ എന്താണ് വരുന്നത്? സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ബ്രീഡിങ്ങും അവയുടെ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ജെനറ്റിക് ഇൻഡസ്ട്രീസിൽ പ്രധാനമായിട്ടും വരുന്നത്. ഇനി നമുക്ക് നോക്കാം സെക്കൻഡറി ഇൻഡസ്ട്രീസ്. പ്രൈമറി ഇൻഡസ്ട്രീസിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ വ്യാവസായിക ഉൽപ്പന്നങ്ങളോ നിർമ്മിക്കുന്നതിനെയാണ് സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാകും. അതായത് മത്സ്യബന്ധനം എന്ന് പറയുന്നത് പ്രൈമറി ഇൻഡസ്ട്രി ആണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ മത്സ്യം ഉപയോഗിച്ച് ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കുറേ ആളുകൾ കടലിൽ പോയി
മീൻ പിടിക്കുന്നു അല്ലേ, മത്സ്യബന്ധനം. അത് വരുന്നത് പ്രൈമറി ഇൻഡസ്ട്രീസിലാണ്. ഈ മത്സ്യം എന്താ, വേറൊരാൾ വാങ്ങി അവരത് ഫുഡ് ഉണ്ടാക്കുന്നു അല്ലേ, അതും അവർ ഒരു സെയിലിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താകും, ഇത് ഒരു സെക്കൻഡറി ഇൻഡസ്ട്രി ആകും. ഇനി നമുക്ക് സെക്കൻഡറി ഇൻഡസ്ട്രീസിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്നും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്നും. അപ്പം നോക്കാം, എന്താണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്? ഉൽപാദന വ്യവസായം, അതായത് അസംസ്കൃത വസ്തുക്കളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നവയാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ എന്താ, ഇരുമ്പയിരിൽ നിന്ന് ഇരുമ്പും ഉരുക്കും ഉൽപ്പാദിപ്പിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ എന്താ പറയുക, അസംസ്കൃത എണ്ണയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുക. ഇതൊക്കെ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിന് ഉദാഹരണങ്ങളാണ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനെ 4ആയിട്ടാണ് പ്രധാനമായിട്ടും തിരിക്കുന്നത്. അനലറ്റിക്കൽ ഇൻഡസ്ട്രീസ്, സിന്തറ്റിക് ഇൻഡസ്ട്രീസ്, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് ആൻഡ് അസംബ്ലിംഗ് ഇൻഡസ്ട്രീസ്. അതായത് ഒരു അസംസ്കൃത വസ്തുവിൽ നിന്ന് വിവിധ ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് അനലറ്റിക് ഇൻഡസ്ട്രീസ് ഒക്കെ നടത്തുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓയിൽ റിഫൈനറി ഒക്കെ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ്. രണ്ടാമത്തതാണ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി. നമുക്ക് നോക്കാം, എന്താണ് സിന്തറ്റിക് ഇൻഡസ്ട്രീസ്? സംയോജിത വ്യവസായങ്ങൾ. ഇത്തരം വ്യവസായ സ്ഥാപനങ്ങൾ പലവിധ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടൊരു പുതിയ പ്രോഡക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പേപ്പറിൻ്റെ നിർമ്മാണം, സിമൻറ്റ് വ്യവസായം തുടങ്ങിയവയൊക്കെ ഈ സിന്തറ്റിക് ഇൻഡസ്ട്രീസിൻ്റെ ഉദാഹരണമാണ്. അടുത്ത് നോക്കാം, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്. പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിൽ വരുന്നത് എന്താണ്? ഇത്തരം വ്യവസായങ്ങൾ ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതിന് വേണ്ടി അതിൻ്റെ അസംസ്കൃത വസ്തുക്കളെ വിവിധ നിർമ്മാണ ഘട്ടത്തിലൂടെ കടത്തിവിടുന്നു. ഇപ്പോൾ വസ്ത്രനിർമ്മാണത്തിൽ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ആദ്യം നൂൽ നൂൽക്കുന്നു, അതിനുശേഷം നിറം മുക്കുന്നു, അതിന് നിറം കളർ കൊടുക്കുന്നു, അതിനുശേഷം നെയ്ത്ത് തുടങ്ങി കുറേ പ്രോസസ്സിലൂടെയാണല്ലേ കടന്നു പോകുന്നത്. അതാണ് ആ പേരിൽ തന്നെ പറയുന്നത് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. പല പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ. അടുത്തത് നമുക്ക് നോക്കാം, അസംബ്ലിംഗ് ഇൻഡസ്ട്രീസ്. ഇതിലെന്താണ് പറയുന്നത്? അതായത് ഇത്തരം വ്യവസായങ്ങൾ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. ഉദാഹരണം കമ്പ്യൂട്ടറിന് കുറേ ഭാഗങ്ങളുണ്ടല്ലേ, അതെല്ലാം കൂടെ കൂടിച്ചേരുമ്പോഴല്ലേ കമ്പ്യൂട്ടർ ആക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ TV, കാറ്, ഇത്തരം കാര്യങ്ങളെല്ലാം, മൊബൈൽ ഫോണ്, ഇതെല്ലാം നമ്മുടെ അസംബ്ലിംഗ് ഇൻഡസ്ട്രീസിൻ്റെ ഉദാഹരണമാണ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, സെക്കൻഡറി ഇൻഡസ്ട്രീനെ നമുക്ക് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്നും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് എന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാമെന്ന് പഠിച്ചു. അതിൽ നമ്മൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. അതായത് കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, ഡാം, ബ്രിഡ്ജസ്, റോഡ്, ടണൽസ് തുടങ്ങിയവയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഇൻഡസ്ട്രിയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എല്ലാം എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയിൽ നിന്നും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ നിന്നുമാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ആണ് പ്രൈമറി ഇൻഡസ്ട്രീസിനും സെക്കൻഡറി ഇൻഡസ്ട്രീസിനും സഹായകരമായ രീതിയിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യവസായങ്ങളെയാണ് ടേഴ്സറി ഇൻഡസ്ട്രീസ് അഥവാ തൃതീയ വ്യവസായങ്ങളെന്ന് വിളിക്കുന്നത് അല്ലേ. ഇപ്പോൾ ബാങ്കിങ്, ഇൻഷുറൻസും കമ്മ്യൂണിക്കേഷൻ, അഡ്വർടൈസ്മെൻ്റ് എല്ലാം ഈ പ്രൈമറി ഇൻഡസ്ട്രീസിനും സെക്കൻഡറി ഇൻഡസ്ട്രീസിനും ആവശ്യമുള്ളതല്ലേ. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നവരാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് ടേഴ്സറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇപ്പോൾ ഇൻഡസ്ട്രി എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിച്ചു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കൊമേഴ്സാണ്. അത് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.